പോലീസിന്റെ നിരന്തരമായ ആക്രമണങ്ങൾക്കെതിരെ വ്യാപക പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് പ്രതിപക്ഷം. KSU നേതാക്കളെ മുഖം മൂടിയും കൈവിലങ്ങുമിട്ട് കോടതിയിൽ ഹാജരാക്കിയതിനെതിരെ ശക്തമായ ഭാഷയിലായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് പോലീസിനെന്ന് VD സതീശൻ തുറന്നടിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ സേനയിലുണ്ട്. ഇവരെല്ലാം എല്ലാ വൃത്തികേടുകൾക്കും അഴിമതിക്കും കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. അവർക്ക് പാർട്ടി സംരക്ഷണം കൊടുക്കുന്നത് കൊണ്ടാണ് തീവ്രവാദികളെയും കൊടും ക്രിമിനലുകളെയും കൊണ്ടുവരുന്നത് പോലെ തലയിൽ തുണിയിട്ട് കയ്യാമം വെച്ച് കൊടുക്കൊണ്ട് എന്ത് നീതിയാണ് കേരളത്തിൽ നടപ്പാകുന്നത്? ചെവിയിൽ നുള്ളി വെച്ചോ, ഒരുത്തൻ കാക്കിയിട്ട് നടക്കില്ല. ഒരുത്തനും കേരളത്തിൽ കാക്കിയിട്ട് നടക്കില്ല. ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി എന്തേ മൗനം പാലിക്കുന്നു? ഇയാൾ ഒട്ടക പക്ഷിയെ പോലെ മണ്ണിൽ തലപൂഴ്ത്തിയിരിക്കുകയാണ്. ഒരു ഭരണാധികാരിക്ക് ചേർന്നതല്ല നിങ്ങളുടെ ഈ മൗനം. അലി അക്ബർ ഷാ നൽകും വിശദാംശങ്ങൾ. അലി, കസ്റ്റഡി മർദ്ദനങ്ങളിൽ തന്നെ പ്രതിപക്ഷം പല ആരോപണങ്ങളും ഉന്നയിക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഇതിപ്പോൾ ഈ വിദ്യാർത്ഥി പ്രവർത്തകരെ ഇത്തരത്തിൽ കൈവിലങ്ങണിയിക്കുകയും മുഖത്ത് കറുത്ത തുണിയിട്ട് കോടതിയിൽ ഹാജരാക്കിയ ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. അത് വലിയ വിവാദമായി മാറിയിരിക്കുന്നു. ഇന്നിപ്പോൾ യുവജന സംഘടനാ പ്രവർത്തകരടക്കം തെരുവിൽ സമരം ചെയ്യുകയാണ്. പ്രതിപക്ഷ നേതാവ് പറയുന്ന ഒരു കാര്യം അത് ഏറെ പ്രസക്തമാണ്. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? റോഷി, തീർച്ചയായും ഈ പറഞ്ഞതുപോലെ SFI പ്രവർത്തകരെ മർദ്ദിച്ച KSU നേതാക്കളെയാണ് ഈ നിലയിൽ മുഖം മൂടി അണിയിച്ച് കൈവിലങ്ങണിയിച്ച് കോടതിയിലെത്തിച്ചത്. ആ ഘട്ടത്തിൽ തന്നെ ജഡ്ജി ഉൾപ്പെടെ ഈ വിഷയത്തിൽ അതിരൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ഈ ഉദ്യോഗസ്ഥനോട് കാരണം കാണിക്കൽ നോട്ടീസ് ആവശ്യപ്പെട്ട് ഉത്തരവിടുകയും ചെയ്ത സാഹചര്യം ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. ആദ്യഘട്ടത്തിൽ തന്നെ KSU സംസ്ഥാന നേതൃത്വം ഇതിൽ കൃത്യമായി നിലപാട് വ്യക്തമാക്കി. പോലീസിന്റെ രാഷ്ട്രീയ പകപോക്കലാണിത്, അനുവദിക്കാൻ കഴിയില്ല എന്ന് കൃത്യമായ നിലപാട് സ്വീകരിച്ച് KSU സംസ്ഥാന നേതൃത്വം, സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന കാഴ്ചയും നമ്മൾ കണ്ടു. എന്നാൽ KSUവിനപ്പുറത്തേക്ക് കോൺഗ്രസ് ഈ വിഷയത്തിൽ അതിശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകാൻ പോകുന്നു. ഏറ്റെടുത്തു കഴിഞ്ഞു ഈ വിഷയം എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിന്റെ ഇന്നത്തെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സമീപ ഭാവിയിൽ അല്ലെങ്കിൽ കേരള പോലീസിന്റെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത വിധം, കണ്ടുപരിചയമില്ലാത്ത വിധം വിദ്യാർത്ഥി നേതാക്കളെ ഈ നിലയിൽ തീവ്രവാദികളെ കൊണ്ടുപോകുന്നത് പോലെ മുഖം മൂടിയണിയിച്ച് കൈവിലങ്ങിട്ട് എന്തിനെത്തിച്ചു? ഇതിന് മാത്രം എന്താണ് അവർ? തീവ്രവാദികളാണോ? മറ്റെന്തെങ്കിലും ക്രൂരകൃത്യങ്ങൾ നടത്തിയവരാണോ എന്ന ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് ഏറ്റവും പ്രധാനമായും ഉന്നയിക്കുന്നത്. ഈ നിലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പോലീസ് ഉദ്യോഗസ്ഥരാരായാലും കേരളത്തിൽ കാക്കിയിട്ടിറങ്ങാൻ അനുവദിക്കില്ല എന്ന മുന്നറിയിപ്പാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകിയത്. മറ്റു പല വിഷയങ്ങളും CPM നേതാക്കൾ പ്രതികളാകുന്ന അഴിമതികൾക്കും മറ്റെല്ലാ അതിക്രമങ്ങൾക്കും കൂട്ടുനിൽക്കുകയാണ് പോലീസ്. എന്നിട്ട് രാഷ്ട്രീയ പകപോക്കൽ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളിലുള്ള നേതാക്കളോട് ഉൾപ്പെടെ കാണിക്കുന്നു. അതിന് ഒരു വിധത്തിലുള്ള ജാള്യതയുമില്ലാതെ ഇത്തരത്തിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ കാണിക്കാനും അതിനെ ന്യായീകരിക്കാനും പോലീസ് തയ്യാറാകുന്നു എന്നുള്ള രൂക്ഷ വിമർശനവും പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നു. ഇതെല്ലാം കണ്ട് നിശബ്ദനായി ഭയന്നിരിക്കുകയാണോ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്നുള്ള വളരെ ശക്തമായ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനാണ് ഇന്ന് ഏറ്റവും പ്രധാനമായും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ചത്. ആഭ്യന്തര വകുപ്പ് കെടുകാര്യസ്ഥതയുടെ കേന്ദ്രമായി മാറുന്ന ഘട്ടത്തിലും മണ്ണിൽ മുഖം പൂഴ്ത്തി ഒട്ടകപ്പക്ഷിയെ പോലെ ഇരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആഭ്യന്തര വകുപ്പ് സമീപ ഭാവിയിലില്ലാത്ത, കേരളത്തിന്റെ ചരിത്രത്തിലില്ലാത്ത വിധം കെട്ടഴിഞ്ഞ നിലയിലേക്ക് എത്തിയിരിക്കുന്നു. പോലീസിലെ ഗുണ്ടകൾ വർദ്ധിച്ചു വരുന്നു. അവർ രാഷ്ട്രീയ പകപോക്കലിനുള്ള ആയുധമായി യൂണിഫോമിനെ കാണുന്നു എന്ന നിലയിലുള്ള പ്രതികരണം തന്നെയാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇന്നെന്തായാലും അതിശക്തമായ പ്രതിഷേധം KSU സംഘടിപ്പിച്ചു. KSUവിന്റെ സമീപ നാളുകളിലൊന്നും കണ്ടിട്ടില്ലാത്ത അത്രയും ശക്തമായ പ്രതിഷേധത്തിന് കേരളം സാക്ഷിയായി. ഇനി KSUവിന്റെ പ്രതിഷേധങ്ങളിൽ ഒതുങ്ങില്ല, അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് ഈ വിഷയത്തെ ഏറ്റെടുത്തു കഴിഞ്ഞു. ആഭ്യന്തര വകുപ്പിലെ കെടുകാര്യസ്ഥതയെ, പോലീസിന്റെ അതിക്രമങ്ങളെ രാഷ്ട്രീയ പകപോക്കലിനുള്ള ടൂളായി യൂണിഫോമിനെ ഉപയോഗിക്കുന്ന പോലീസുകാർക്കെതിരെ ശക്തമായ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി ഏറ്റെടുക്കാനുള്ള നീക്കത്തിലേക്ക് തന്നെ കോൺഗ്രസ് പോവുകയാണ്. റോഷ്നി, അലി അക്ബർ ഷാ പറഞ്ഞതുപോലെ പ്രതിഷേധങ്ങൾ അവസാനിക്കുന്നില്ല, ഇതിന് തുടർച്ചയുണ്ടാവുമെന്നാണ് യുവജന സംഘടനകളും കോൺഗ്രസും അടക്കം വ്യക്തമാക്കുന്നത്. വടക്കാഞ്ചേരിയിലെ KSU നേതാക്കളെ മുഖം മൂടി ധരിപ്പിച്ച് കോടതിയിലെത്തിച്ച പോലീസ് നടപടി ശരിയാണോ? ഇതിന്റെ നിയമപരമായ സാധുത എന്താണ്? നരഹത്യാശ്രമക്കേസിൽ പ്രതികളാണെങ്കിലും മുഖം മൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കേണ്ടത് അനിവാര്യമായ നടപടിയായിരുന്നില്ല. കൈവിലങ്ങണിയിച്ച പോലീസ് നടപടിയും ശരിയായതല്ല. ശ്യാം ദേവരാജ് നൽകും വിശദാംശങ്ങൾ. ശ്യാം, വലിയ ചോദ്യങ്ങൾ ഉയരുന്നത് ഇവരെന്താ കൊടും കുറ്റവാളികളാണോ ഇങ്ങനെ മുഖത്ത് കറുത്ത തുണി അണിയിച്ച് കൊണ്ടുപോകാൻ എന്നുള്ളതാണ്. മറ്റൊന്ന്, കോടതി തന്നെ ചോദിച്ച ചോദ്യമുണ്ടായിരുന്നു. ഈ തിരിച്ചറിയലുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ മുഖം മൂടി അണിയിച്ചതെന്ന് പോലീസ് പറഞ്ഞപ്പോൾ